മണപ്പുള്ളി കവലയിലേക്ക് നമ്മൾ പോകുന്നു. മണപ്പുള്ളി കാവിൽ നിന്ന് നമുക്കൊപ്പം എസ് വിജയകുമാർ കൂടി ചെയ്യുന്നു. വിജയകുമാർ, ഗുഡ് മോർണിംഗ്. വിജയകുമാർ, ശരിക്കും വളരെ നീണ്ട ക്യൂ ആണല്ലോ അവിടെ കാണുന്നത്. പ്രിയപ്പെട്ട പ്രത്യേകിച്ച് വനിതാ വോട്ടർമാരുടെ നീണ്ട ക്യൂ കാണുന്നു. ബൂത്തുകളിലൊക്കെ ഇത്രയും നീണ്ട നിരയുള്ളപ്പോൾ പോളിംഗ് ശതമാനം ഉയരാനുള്ള സാധ്യതയും കാണുന്നു. പാലക്കാട് മണ്ഡലം വിധി എഴുതുമ്പോൾ നമുക്ക് മറ്റെന്ത് കാര്യമാണ് പറയാനുള്ളത് വിജയകുമാർ? നമ്മൾ വോട്ടെടുപ്പ് ആരംഭിച്ച് ഏതാണ്ട് 2 മണിക്കൂർ പിന്നിടുമ്പോൾ ഒരു ശരാശരിക്ക് മുകളിലുള്ള വോട്ട് ഈ മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 10% ആളുകൾ ഇതിനോടകം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഔദ്യോഗിക കണക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ എന്തായാലും ഒരു 10% മുകളിലാണ് വോട്ടിംഗ് പെർസെൻറ്റേജ് എന്നുള്ളതാണ് നമുക്ക് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ വോട്ടർമാരുടെ ക്യൂ ഇപ്പോഴും തുടരുകയാണ്. ആളുകൾ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയാണ്. എപ്പോഴും ഒരു തിരക്ക് ഈ ബൂത്തുകളിൽ എല്ലാ ബൂത്തുകളിലും ഉണ്ട്. ഈ നഗരസഭാ പരിധിയിലെ എല്ലാ ബൂത്തുകളിലും പതിവിനേക്കാൾ ശക്തമാണ് വോട്ടർമാരുടെ ബൂത്തുകളിലേക്കുള്ള ഒഴുക്ക് എന്നിപ്പോൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ഈ പോളിംഗ് ഏജന്റുമാരൊക്കെ പറയുകയായിരുന്നു. സാധാരണഗതിയിൽ ആദ്യത്തെ 1 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നീട് ഈ ബൂത്തുകളൊക്കെ ശൂന്യമാകാറാണ് പതിവ്. പിന്നെ ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കേണ്ടി വരില്ല, വന്ന് വോട്ട് ചെയ്ത് മടങ്ങുകയാണ് പതിവ്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, നല്ല ക്യൂ ഉണ്ട്. പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾ, പ്രായമായവർ ഒക്കെ, സ്ത്രീകളടങ്ങുന്ന വലിയൊരു സംഘം ഇതിനോടകം വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ നിൽക്കുന്നത് 88-ാം നമ്പർ ബൂത്തിലാണ്. ആ ബൂത്തിൽ രാവിലെ മുതൽ ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും അത് പരിഹരിച്ച് പിന്നീട് വോട്ടെടുപ്പ് തുടങ്ങിയ ആ സമയം മുതൽ നല്ല തിരക്കാണ്. എപ്പോഴും അവിടെ ആളുകളുടെ ഒരു നീണ്ട നിരയുണ്ട്. അത് കേവലം ആ സമയത്ത് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായത് മൂലമുള്ള ഒരു തിരക്ക് മാത്രമല്ല, അതല്ലാതെ ആ ബൂത്തിലേക്ക് ആളുകൾ എത്തുന്നുണ്ട്. ഇവിടെ ഏതാണ്ട് 1000-ത്തിലധികം വോട്ടർമാരുള്ള 2 ബൂത്തുകൾ, രണ്ടിടത്തും 80-85% ആളുകൾ വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു പതിവ് ഈ ബൂത്തിലുണ്ട്. അത് ഇത്തവണയും അതിനൊപ്പമോ അതിന് കുറച്ച് മുകളിലേക്കോ അതുണ്ടാകും എന്നാണ് കരുതുന്നത്. ഇതിലേറ്റവും നമ്മൾ കണ്ടത് ഈ വീട്ടിൽ വോട്ട് എന്നുള്ള സൗകര്യമൊക്കെ ഉണ്ടെങ്കിലും പ്രായമായവരടക്കം ഇവിടെ രാവിലെ മുതൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ആ ക്യൂവിലൊക്കെ മുതിർന്ന പൗരന്മാരെ ധാരാളം കാണാം. അവരൊക്കെ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി പോവുക എന്നതാണ് അവരുടെയൊക്കെ ഒരു രീതി എന്ന് മനസ്സിലാകുന്നു. ഇവിടെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ സരിൻ ഇവിടെയാണ് വോട്ട് രേഖപ്പെടുത്തേണ്ടത്. സരിനും ഡോക്ടർ സൗമ്യയും രണ്ടുപേരും ഇവിടെ എത്തിയിരുന്നു. പക്ഷേ ആ സമയത്താണ് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായത്. അത് പരിഹരിച്ചു. ഇപ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഈ കണ്ണാടി, മാത്തൂർ, പിരായിരി തുടങ്ങിയ പഞ്ചായത്തിലെ വിവിധ ബൂത്തുകളിലേക്ക് കൂടി LDF സ്ഥാനാർത്ഥി പോയിരിക്കുകയാണ്. അതുപോലെ നഗരസഭയിലെ ബൂത്തുകളിലൊക്കെ ഇതിനോടകം സന്ദർശനം നടത്തിയിട്ടുണ്ട് സ്ഥാനാർത്ഥികളൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മാത്രമേ ഇനി വോട്ട് രേഖപ്പെടുത്താൻ ഇവിടേക്ക് വരൂ എന്നാണ് അറിയുന്നത്. എല്ലാ സ്ഥാനാർത്ഥികളും ഈ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളൊക്കെ വിവിധ മേഖലകളിലെ ബൂത്തുകൾ സന്ദർശിക്കുന്നു. വോട്ടർമാരെ പരമാവധി വീടുകളിൽ നിന്ന് ബൂത്തിൽ എത്തിക്കാൻ അവരുടെ ഇടപെടൽ ഉണ്ടാകുന്നു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് പാലക്കാടെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ 75%-ലധികം ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയ ഒരു മണ്ഡലമാണ്. അതിൽ 1% പോലും കുറയാൻ പാടില്ല. കാരണം അത്രമേൽ വലിയ രാഷ്ട്രീയ പോരാട്ടം, വലിയ പ്രചാരണ വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ അതൊരു 75-ന് മുകളിൽ 80-ലേക്കൊക്കെ എത്തണം. എന്നാൽ മാത്രമേ ഇത്രയും ദിവസം നീണ്ട പരിശ്രമം അത് വിജയം കണ്ടു, ഫലം കണ്ടു എന്ന് പറയാൻ കഴിയും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 75-ന് മുകളിൽ ഒരു പോളിംഗ് തന്നെയാണ്. അതിന്റെ സൂചനകൾ ആദ്യ മണിക്കൂറുകളിൽ കിട്ടുന്നുണ്ട്. എവിടെ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല, കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. സമാധാനപരമായി പാലക്കാട്ടെ സമ്മതിദായകർ പോളിംഗ് ബൂത്തിലേക്ക് എത്തി കാത്തുനിന്ന് വോട്ട് ചെയ്യുന്ന നല്ല കാഴ്ചയാണ് എല്ലായിടത്തുനിന്നും കാണുന്നത്.